കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്ന് വന്ന വാർത്തയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ സംഭവം. അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തുടർച്ചയായി കരിമരുന്ന് പ്രയോഗം നടക്കുന്നതിന്റെ ശബ്ദങ്ങൾ ദൃശ്യത്തിലുണ്ട്. 2 ആനകൾ മുന്നോട്ട് നീങ്ങുന്നതിനിടെ ഒരാന മറ്റൊന്നിനെ കുത്തുകയായിരുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുക, പ്രത്യേകിച്ച് ഇത്രയധികം ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. രാഹുൽ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം വലിയ ഒരു കരിമരുന്ന് പ്രയോഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ഇതിനെക്കുറിച്ച് അധികൃതർ പറയുന്നത്? പോലീസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, സ്മിത, ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ അപകടം നടക്കുന്നത്. ഈ അപകടത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് അപകടത്തിന് തൊട്ട് മുമ്പുള്ള 3 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ എത്തിയ ആളുകൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കേൾക്കുകയും ചെയ്യാം. ഏതാണ്ട് 3 മിനിറ്റോളം, അവസാനത്തെ 3 മിനിറ്റോളം കരിമരുന്ന് പ്രയോഗത്തിൻ്റെ വലിയ ശബ്ദം ഈ ദൃശ്യങ്ങളിൽ കേൾക്കാം. ആ ദൃശ്യങ്ങളിൽ തന്നെ പല കുട്ടികളും ഈ ശബ്ദം കേട്ട് കരയുന്നുണ്ട്. പല ആളുകളും ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കേൾക്കാം. ഏറ്റവും ഒടുവിലാണ് 2 ആനകൾ മുന്നോട്ട് വരുന്നു. ആ പുറകിൽ നിൽക്കുകയായിരുന്ന ഒരാന മുന്നോട്ട് കയറി വരുന്നു. ആ കയറി വരുന്നതിനിടെയാണ് ഒരാന പിന്നിൽ നിന്നും മുന്നിൽ നിൽക്കുന്ന ആനയെ കുത്തുന്നത്. അതോടെ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും അവിടെ നിന്നും ചിതറി ഓടുകയാണ്. അങ്ങനെയാണ് ആ ഞെട്ടിക്കുന്ന ആ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ തന്നെ നമ്മളോട് പല ജനപ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്ന ആളുകളും പറഞ്ഞിരുന്നു, വലിയ ശബ്ദത്തിലുള്ള കരിമരുന്ന് പ്രയോഗം നടത്തിയിരുന്നു. ആദ്യം തന്നെ ജനങ്ങളെല്ലാം അസ്വസ്ഥരായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആനകൾ ഇടഞ്ഞ എന്ന കാര്യം ഇന്നലെ തന്നെ പലരും പറഞ്ഞിരുന്നു. അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ക്ഷേത്രാങ്കണത്തിൽ നിന്നും 2 ആനകൾ കൊമ്പ് കോർത്ത ശേഷം ആ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു കെട്ടിടം പൊളിക്കുന്നു. അതിനുശേഷമാണ് 2 ആനകളും പുറത്തേക്ക് നീങ്ങുന്നത്. ഏതാണ്ട് അരമണിക്കൂർ നീണ്ട പരിഭ്രാന്തിക്കൊടുവിലാണ് 2 ആനകളെയും തളയ്ക്കാനായത് എന്ന കാര്യവും ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഈ സമയത്താണ് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിക്കുകയും ഏതാണ്ട് 29 ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ കൂടി എത്തിയിട്ടുള്ളത്. ഇന്ന് 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാൻ പോവുകയാണ്. 8:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അതിനുശേഷം 3 പേരുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇനി പരിക്കേറ്റ 29 പേരിൽ 2 പേരുടെ ആരോഗ്യാവസ്ഥ മാത്രമാണ് അല്പം സാരമുള്ളത്. ബാക്കി കുറച്ച് ആളുകൾ ഇതിനോടകം തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് ആളുകൾ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇനി അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് റവന്യൂവിൻ്റെയും വനം വകുപ്പിൻ്റെയും അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. റവന്യൂ വനം വകുപ്പുകൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സർക്കാരിലേക്ക് സമർപ്പിക്കും. അതിന് സമാന്തരമായി പോലീസിൻ്റെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ 3 അന്വേഷണത്തിൻ്റെയും ഒരു പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കരിമരുന്ന് പ്രയോഗം അതിനെ തുടർന്നുണ്ടായ ശബ്ദമാണ് ആന ഇടയാൻ കാരണമായതെന്നാണ് നിലവിൽ ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആദര സൂചകമായി ഇന്ന് കൊയിലാണ്ടി നഗരസഭയിലെ 9 പഞ്ചായത്തുകളിൽ ഹർത്താലാണ്. ആ ഹർത്താൽ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവിത, സ്മിത. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും നാടിനെ നടുക്കിയ വാർത്തയാണ്. മാത്രമല്ല സ്മിത, കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ മറ്റൊരു ക്ഷേത്രത്തിലും ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു സ്ഥിരം സംഭവമായി മാറുന്നു. മറ്റൊരു വശം, ക്ഷേത്രത്തിൽ ഈ ആന എഴുന്നള്ളിക്കുന്നതിനൊക്കെ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചു തന്നെയാണോ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും? ഉത്സവം നല്ലതാണ്, ആഘോഷം നല്ലതാണ്. ഓരോ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇനി വീണ്ടും ആ ചിന്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുന്നുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. അതെ.